മാസ്റ്റേഴ്സ് ഓഫ് ഈവിളുമായിട്ട് ഫൈറ്റ് ചെയ്യുവാണ് ക്യാപ്റ്റൻ അമേരിക്ക. പെട്ടെന്ന് തന്നെ ക്യാപ്റ്റൻ അമേരിക്കയെ സഹായിക്കാനായിട്ട് അവഞ്ചേഴ്സ് അവിടേക്ക് എത്തുന്നു. അവഞ്ചേഴ്സും മാസ്റ്റേഴ്സ് ഓഫ് ഈവിളുമായിട്ട് ഒരു വമ്പൻ പോരാട്ടം നടക്കുവാണ്. പോരാട്ടത്തിനൊടുവില് മാസ്റ്റേഴ്സ് ഓഫ് ഈവിളിനെ അവഞ്ചേഴ്സ് ഡിഫീറ്റ് ചെയ്യുന്നു. പിന്നീട് ക്യാപ്റ്റൻ അമേരിക്കയും ബ്ലാക്ക് വിഡോയും ഫാൽക്കണും ഒരു എയിമിന്റെ ബേസിലേക്ക് പോകുവാണ്. എയിമിന്റെ ബേസിലേക്ക് കടന്നു കയറിയ അവഞ്ചേഴ്സ് എയിം ഏജൻസിനെ തറ പറ്റിക്കുന്നു. എയിം ഏജൻസിന്റെ യൂണിഫോം ഇട്ടുകൊണ്ട് എയിം അടിച്ചു മാറ്റിയ വെപ്പൺസ് സ്കാൻ ചെയ്യാൻ പോകുന്ന അവഞ്ചേഴ്സ് കാണുന്നത് എയിം ഏജൻസിന്റെ യൂണിഫോം ഇട്ട് മറ്റാരൊക്കെയോ എയിം അടിച്ചു മാറ്റിയ വെപ്പൺസ് അടിച്ചു മാറ്റാൻ ശ്രമിക്കുന്നതാണ്. എന്തായാലും അവർ തമ്മിൽ അടിയായി. അപ്പോഴാണ് അവർക്ക് രണ്ടു കൂട്ടർക്കും ഒരു കാര്യം മനസ്സിലായത്. അതായത് എയിമിന്റെ യൂണിഫോമിൽ വന്നത് അവഞ്ചേഴ്സിന്റെ മറ്റു മെമ്പേഴ്സ് ആണെന്ന്. അവഞ്ചേഴ്സിന്റെ കൂടെ മറ്റൊരാൾ കൂടിയുണ്ട്, അതെ, ബ്രൂസ് ബാനർ. ഈ സമയത്ത് ഫാൽക്കൺ എയിമിന്റെ സിസ്റ്റം സ്കാൻ ചെയ്യുമ്പോൾ അവഞ്ചേഴ്സിന് ഒരു കാര്യം മനസ്സിലാവുകയാണ്. അതായത് എയിമിനെ ഇപ്പോൾ കൺട്രോൾ ചെയ്യുന്നത് ഒരു സയന്റിസ്റ്റ് സുപ്രീം ആണെന്നും അവർ അൾട്രോണിന്റെ ഒരു പാർട്ട് അടിച്ചു മാറ്റിയിട്ട് അതിൽ എക്സ്പെരിമെന്റ് നടത്തിക്കൊണ്ടിരിക്കുവാണെന്നും സയന്റിസ്റ്റ് സുപ്രീം തന്റെ പുതിയ അഡാപ്റ്റോയിഡുകളെ എയിം ഏജൻസിന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. അഡാപ്റ്റോയിഡിന് അതിന്റെ അടുത്ത് നിൽക്കുന്ന സൂപ്പർ പവേഴ്സ് ഉള്ള ഏതൊരാളുടെയും പവേഴ്സ് കോപ്പി ചെയ്യാൻ സാധിക്കും. അവഞ്ചേഴ്സും അഡാപ്റ്റോയിഡുമായിട്ട് ഒരു വമ്പൻ പോരാട്ടം നടക്കുന്നു. പോരാട്ടത്തിന്റെ ഇടയ്ക്ക് ഹോക്കൈ തന്റെ ഇലക്ട്രിക് ആരോസ് ഷൂട്ട് ചെയ്ത് ബ്രൂസ് ബാനറിനെ ഷോക്ക് അടിപ്പിക്കുന്നതോടെ ബ്രൂസ് ബാനർ ഹൾക്കായിട്ട് മാറുന്നു. ക്യാപ്റ്റൻ അമേരിക്കയും അയൺമാനും ടീമായിട്ട് ഒരു അഡാപ്റ്റോയിഡിനെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവരുടെ ആ ശ്രമം പാളിപ്പോകുന്നു. തോറും ഹൾക്കും ടീമായിട്ട് മറ്റൊരു അഡാപ്റ്റോയിഡിനെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവരുടെ ആ ശ്രമവും പാളിപ്പോകുന്നു. ബ്ലാക്ക് വിഡോയും ഹോക്കയും ഫാൽക്കണും ടീമായിട്ട് ഒരു അഡാപ്റ്റോയിഡിനെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവരുടെയും ആ ശ്രമം പാളിപ്പോകുന്നു. ഈ സമയത്ത് അവഞ്ചേഴ്സിന്റെ മുന്നിലേക്ക് സയന്റിസ്റ്റ് സുപ്രീം എത്തുകയാണ്. സയന്റിസ്റ്റ് സുപ്രീം അഡാപ്റ്റോയിഡുകളുടെ പവേഴ്സ് അബ്സോർബ് ചെയ്ത് സുപ്രീം അഡാപ്റ്റോയിഡ് ആയിട്ട് മാറുന്നു. അവഞ്ചേഴ്സും സുപ്രീം അഡാപ്റ്റോയിഡുമായിട്ട് ഒരു വമ്പൻ പോരാട്ടം നടക്കുന്നു. അവഞ്ചേഴ്സ് എന്തൊക്കെ ചെയ്ത് സുപ്രീം അഡാപ്റ്റോയിഡിനെ ഡിഫീറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവഞ്ചേഴ്സിന്റെ ആ ശ്രമമെല്ലാം പാഴായി പോവുകയാണ്. കാരണം സുപ്രീം അഡാപ്റ്റോയിഡ് അവഞ്ചേഴ്സിന്റെ ഫൈറ്റും വെപ്പൺസും കോപ്പി ചെയ്ത് അതിന്റെയൊക്കെ സഹായത്തോടെ അവഞ്ചേഴ്സിനെ തന്നെ ആക്രമിക്കുവാണ്. അതെ, ഇപ്പോൾ അഡാപ്റ്റോയിഡ് പണ്ടത്തേക്കാൾ പവർഫുൾ ആണ്. ഈ സമയത്ത് അഡാപ്റ്റോയിഡിന്റെ വീക്ക്നെസ് കണ്ടുപിടിക്കുകയാണ് അയൺമാൻ. എന്തായാലും ഒരു വിധത്തിൽ സുപ്രീം അഡാപ്റ്റോയിഡിനെ അവഞ്ചേഴ്സ് നശിപ്പിക്കുന്നു. അതെ, സയന്റിസ്റ്റ് സുപ്രീമിനെ അവഞ്ചേഴ്സ് പിടികൂടുന്നു. ഈ സമയത്ത് ഒട്ടും പ്രതീക്ഷിക്കാതെ അൾട്രോൺ അവിടേക്ക് വന്നിട്ട് സയന്റിസ്റ്റ് സുപ്രീമിന്റെ അഡാപ്റ്റോയിഡ് പവേഴ്സിനെ അബ്സോർബ് ചെയ്യുന്നു. അതോടെ അൾട്രോൺ പഴയതുപോലെ നോർമൽ ആകുന്നു. അൾട്രോൺ റവല്യൂഷൻ ആരംഭിക്കുവാണ്. അൾട്രോൺ അവഞ്ചേഴ്സിന് തലവേദനയാകുമോ? എല്ലാം അടുത്ത എപ്പിസോഡിൽ കാണാം.